ഓപ്പോയുടെ ഓപ്പോ ഫൈൻ 10 എന്ന പുതിയൊരു ഫോൾഡബിൾ ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓപ്പോ ഫൈൻ 10 എന്ന ഫോൾഡബിൾ ഫോണിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൽ 2 ഡിസ്പ്ലേ വരുന്നുണ്ട്. ഉള്ളിൽ വലിയൊരു ഡിസ്പ്ലേയും അതുപോലെ തന്നെ പുറത്ത് ചെറിയൊരു ഡിസ്പ്ലേയും. ഉള്ളിൽ 7.82 ഇഞ്ചിൻ്റെ 2K ഡിസ്പ്ലേ ആണ് വരുന്നത്. അമോലെഡ് ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ LTPO 3.0 എന്നുള്ള ഫീച്ചർ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റീഫ്രഷ് റേറ്റ് 1 ഹെർട്സിൻ്റെയും 120 ഹെർട്സിൻ്റെയും ഇടയിലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഇതിൽ മാക്സിമം 120 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. 240 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഈ ഒരു ഡിസ്പ്ലേയിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഡിസ്പ്ലേയുടെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 2800 നിറ്റ്സ് ആണ്. അപ്പം അത്യാവശ്യം കൂടിയൊരു പീക്ക് ബ്രൈറ്റ്നസും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു ഡിസ്പ്ലേയിൽ UTG ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്പ്ലേ നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇനി പുറത്തുള്ള ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പുറത്ത് 6.31 ഇഞ്ചിൻ്റെ 2K അമോലെഡ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിലും LTPO ഡിസ്പ്ലേ ആണ് വരുന്നത്. റീഫ്രഷ് റേറ്റ് 10 ഹെർട്സിൻ്റെയും 120 ഹെർട്സിൻ്റെയും ഇടയിലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. മാക്സിമം 120 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റ് ആണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ഡിസ്പ്ലേയിലും പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 2800 നിറ്റ്സ് ആണ്. അപ്പം അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഫോണിൻ്റെ ഷാമ്പെയിൻ ഗോൾഡ് അതുപോലെ തന്നെ ക്ലാസിക് ബ്ലാക്ക് എന്നീ 2 കളർ വേരിയൻസ് ആണ് ഇപ്പം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ ഏജൻറ്റ് 2 എന്ന പ്രോസസ്സർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് സ്നാപ്ഡ്രാഗണിൻ്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. അപ്പം ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇതിൽ വരേണ്ടതാണ്. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ 12 GB റാമും 512 GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും 16 GB റാമും 256 GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും അതുപോലെ തന്നെ 16 GB റാമും 1 TB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും ലോഞ്ച് ചെയ്തിട്ടുണ്ട്. LPDDR5Xൻ്റെ റാമും UFS 4.0 സ്റ്റോറേജ് ടൈപ്പും ഇതിൽ വരുന്നുണ്ട്. പിന്നെ വെർച്വൽ റാം എന്നൊരു ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 12 GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. NFC എന്നുള്ള ഫീച്ചർ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അലേർട്ട് സ്ലൈഡർ എന്നുള്ള ഫീച്ചറും ഇതിൽ കൊടുത്തിട്ടുണ്ട്. OnePlusൻ്റെ ഒക്കെ ഫോണുകളിൽ കണ്ടിട്ടുള്ള ഒരു ഫീച്ചറാണ് ഈ ഒരു അലേർട്ട് സ്ലൈഡർ എന്നുള്ള ഫീച്ചർ. പിന്നെ സ്പേഷ്യൽ ഓഡിയോ കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ടും വരുന്നുണ്ട്. ആൻഡ്രോയിഡ് 13 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 48 മെഗാ പിക്സലിൻ്റെ f1.7 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. ഇത് സോണി LYT-T808ൻ്റെ സെൻസറാണ്. മെയിൻ ക്യാമറ സെൻസറിൽ OS എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 48 മെഗാ പിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഈ ഫോണിൽ വരുന്നുണ്ട്. ഇത് സോണി IMX581 സെൻസറാണ്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 114 ഡിഗ്രിയാണ്. മൂന്നാമത് 64 മെഗാ പിക്സലിൻ്റെ f2.6 അപ്പേഴ്സിൽ വരുന്ന ഒരു ടെലിഫോട്ടോ ലെൻസ് കൊടുത്തിട്ടുണ്ട്. ഇത് ഒംനിവിഷൻ OV64Bയുടെ സെൻസറാണ്. ഇതിൽ 3x ഒപ്റ്റിക്കൽ സൂം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി സെൽഫി ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 2 സെൽഫി ക്യാമറ വരുന്നുണ്ട്. ഉള്ളിലുള്ള ഡിസ്പ്ലേയിൽ 20 മെഗാ പിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയാണ് വരുന്നത്. പുറത്തുള്ള ഡിസ്പ്ലേയിൽ 32 മെഗാ പിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 4805 mAhൻ്റെ ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. 60 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. വയർലെസ് ചാർജിംഗ് ഒന്നും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പം സിംഗപ്പൂർ, ചൈന പോലുള്ള രാജ്യങ്ങളിലൊക്കെയാണ് ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. സിംഗപ്പൂരിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഏകദേശം 1,45,300 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ്. ചൈനീസ് മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത് 9,999 യുവാൻ എന്ന പ്രൈസിങ്ങിലാണ്. അതായത് 1,13,800 രൂപ പ്രൈസ് റേഞ്ചിൽ. അപ്പോൾ 2 മാർക്കറ്റുകളിലും ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രൈസിംഗ് ആണ്. ഈ ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുമോ എന്ന് വെച്ചാൽ ചിലപ്പോഴേ ലോഞ്ച് ചെയ്യുള്ളൂ. ഇനി ലോഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് വെച്ചാൽ അതിൻ്റെ ആവശ്യമില്ല എന്നും പറയാം. കാരണം OnePlus ഓപ്പൺ എന്ന ഫോൾഡബിൾ ഫോൺ ഓൾറെഡി ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ OnePlus ഓപ്പൺ എന്ന ഫോൾഡബിൾ ഫോണും ഓപ്പോ ഫൈൻ 10 എന്ന ഫോൾഡബിൾ ഫോണും സെയിം ആയിട്ടുള്ള ഫോണുകൾ തന്നെയാണ്. ജസ്റ്റ് റീബ്രാൻഡഡ് വെർഷൻസ് ആണ്. അപ്പം ഈ ഒരു ഫോണിൻ്റെ ആവശ്യം ഇന്ത്യയിലില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നാലും ചിലപ്പം സെയിം ആയിട്ടുള്ള ഫോണുകൾ ഡിഫറെൻറ്റ് ബ്രാൻഡ് നെയിമിൽ ലോഞ്ച് ചെയ്യാറുണ്ട് ഇന്ത്യൻ മാർക്കറ്റിൽ. ഇനി ലോഞ്ച് ചെയ്യുമോ എന്ന് പറയാൻ പറ്റില്ല. ലോഞ്ച് ചെയ്തിട്ടില്ലെങ്കിലും വലിയ പ്രശ്നമില്ല എന്നൊക്കെ പറയാവുന്നതാണ്. കാരണം ഓൾറെഡി ഒരു ഓപ്ഷൻ നമുക്കുണ്ട്. എന്തായാലും ഓപ്പോ ഫൈൻ 10 എന്ന ഫോൾഡബിൾ ഫോണിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. OnePlus ഓപ്പൺ എന്ന ഫോൾഡബിൾ ഫോണിൻ്റെ ഇന്ത്യയിലെ വില വരുന്നത് 1,40,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ്. എന്തായാലും ഓപ്പോ ഫൈൻ 10 എന്ന ഫോൾഡബിൾ ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പ്രൈസിങ്ങും അത്യാവശ്യം നല്ല രീതിയിലൊക്കെ തന്നെ വരുന്നുണ്ട്. ചൈനീസ് മാർക്കറ്റിലെ പ്രൈസിങ് അത്യാവശ്യം നല്ലൊരു പ്രൈസിംഗ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. സിംഗപ്പൂരിലെ പ്രൈസിങ് വലിയ തിരക്കേടില്ലാത്തൊരു പ്രൈസിങ് എന്നൊക്കെ പറയാൻ പറ്റിയിട്ടുള്ള ഒരു പ്രൈസിംഗ് ആണ്. എന്തായാലും ഈ ഒരു ഫോൾഡബിൾ ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.